ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമിസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാത്സ് ക്ലാസ് 6ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 1 ജോമെട്രി ആംഗിൾസ് ആൻഡ് മെഷർമെൻറ്റിലെ ക്വസ്റ്റ്യനാണ്. ഡ്രോ ആൻ ആംഗിൾ ഓഫ് 67 ഡിഗ്രി യൂസിങ് പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ടൊരു ആംഗിൾ വരയ്ക്കാനാണ് 67 ഡിഗ്രിയുടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മെഷർ ദ ആംഗിൾ ഗിവൺ ഇൻ ദ ഫിഗർ ബിലോ ആൻഡ് നെയിം ഇറ്റ്സ് ടൈപ്പ്. ഇത് ഏത് ടൈപ്പ് ആംഗിളാണെന്ന് നമ്മൾ പറയണം. ഇതിൻ്റെ ആംഗിൾ മെഷർ ചെയ്യുകയും വേണം. ഇത് മോർ ദാൻ 90 ഡിഗ്രി ഉണ്ട്. അപ്പോൾ ഇതൊരു ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കും. ഒബ്റ്റ്യൂസ് ആംഗിളാണ്. തേർഡ് ക്വസ്റ്റ്യൻ യൂസിങ് എ റൂളർ ആൻഡ് പ്രൊട്രാക്ടർ ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് ആംഗിൾസ് 50 ഡിഗ്രി 60 ഡിഗ്രി ആൻഡ് 70 ഡിഗ്രി. നെക്സ്റ്റ് നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 60, 50, 70 ഡിഗ്രിയുള്ള ട്രയാങ്കിൾ. ലേബിൾ ഈച്ച് ആംഗിൾ ക്ലിയർലി. 3 ആംഗിളും വരച്ചതിന് ശേഷം മാർക്ക് ചെയ്യണം, അടയാളപ്പെടുത്തുകയും വേണം. ലിസ്റ്റ് 2 റിയൽ ലൈഫ് ഒബ്ജക്ട്സ് വെയർ യു ക്യാൻ സീ എ റൈറ്റ് ആംഗിൾ. ഇതിന് നമുക്ക് റൈറ്റ് ആംഗിൾ കാണുന്ന ഏതെങ്കിലുമൊക്കെ റിയൽ ലൈഫ് നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്ന ഒബ്ജക്റ്റുകളെ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ബെഡ്, വിൻഡോ, ഡോർ, മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനുകൾ, TV സ്ക്രീൻ, കമ്പ്യൂട്ടർ സ്ക്രീൻ, ലാപ്ടോപ്പ് സ്ക്രീൻ, അങ്ങനെ എല്ലാ സാധനങ്ങളും വരും. മാച്ച് ബോക്സിൻ്റെ സൈഡുകൾ, ഇതെല്ലാം നമുക്ക് എഴുതാം. ഏത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് എഴുതാം. 2 ചോദിച്ചിട്ടുള്ളൂ. അടുത്ത ചോദ്യം, ഇഫ് എ ക്ലോക്ക് ഷോസ് ദ ടൈം 3, വാട്ട് ആംഗിൾ ഡു ദ ഹാൻഡ്സ് മേക്ക്? ഷോ സ്റ്റെപ്സ്. അപ്പോൾ 3 o'clock കാണിക്കുമ്പോൾ ഏത് ആംഗിളാണ് വരിക? 90 ഡിഗ്രി ആംഗിളായിരിക്കും വരിക. മെഷർ ഓഫ് ദി ഫേസ് ഓഫ് ദ ക്ലോക്ക് ഈസ് 360 ഡിഗ്രി. മുഴുവൻ ഒരു ക്ലോക്കിൻ്റെ ഫേസ് ഒരു മുഴുവൻ സർക്കിളാണ്. അപ്പോൾ അത് 360 ഡിഗ്രി ആയിരിക്കും. ഫ്രാക്ഷൻ മെയ്ഡ് ബൈ ദ ആംഗിൾസ് ബിറ്റ്വീൻ ദ അവർ ആൻഡ് മിനിറ്റ് ആൻഡ് ഇസ് 1/4. അതിനകത്തുള്ള ഫ്രാക്ഷൻ 1/4 ആണ്. അപ്പോൾ നമ്മൾ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യണം? 360നെ 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 90 ഡിഗ്രി കിട്ടും. അപ്പോൾ നമുക്ക് 90 ഡിഗ്രി ആണ് അതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 2 ഫ്രാക്ഷൻസ് ആൻഡ് ദർ ആപ്ലിക്കേഷൻസ്. ഷെയ്ഡ് 3/8 ഓഫ് ദ ഫോളോയിങ് റെക്റ്റാങ്കിൾ. മൊത്തം 8 റെക്റ്റാങ്കിൾസ് ഉള്ളൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതിനകത്ത് 3 ഷെയ്ഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സിംപ്ലിഫൈ ദ ഫോളോയിങ് ഫ്രാക്ഷൻസ്. 16/24. ആദ്യത്തെ ക്വസ്റ്റ്യൻ 16/24 ആണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടറാണ് എടുക്കേണ്ടത്. 16ലും 24ലും ഒരുപോലെ പോകുന്നൊരു നമ്പർ, ഒരുപോലെ ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ എടുക്കുക. 8ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 16 ഉണ്ട് 24 ഉണ്ട്. അപ്പോൾ 8 കൊണ്ട് ആദ്യം 16 ഡിവൈഡ് ചെയ്യുക. നെക്സ്റ്റ് 24 ഡിവൈഡ് ചെയ്യുക. 16 ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. 24 ഡിവൈഡ് ബൈ 8 ചെയ്യുമ്പോൾ 3 കിട്ടും. അപ്പോൾ 2/3 ആണ് ആൻസർ വരിക. രണ്ടാമത്തെ ചോദ്യം 45/60 ആണ്. ഇതിൽ രണ്ടിലും കോമൺ ഫാക്ടറായിട്ട് വരുന്നത് 15 ആണ്. 15ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 2 വരും. അപ്പോൾ 15 ഡിവൈഡ് ബൈ 45 ഡിവൈഡ് ബൈ 15 3 ആണ് ആൻസർ വരിക. 60 ഡിവൈഡ് ബൈ 15 4 ആണ് ആൻസർ വരിക. 3/4 ആണ് അതിൻ്റെ സിംപ്ലിഫൈഡ് ഫോം. അടുത്ത ചോദ്യം, ഇഫ് എ പീസ് ഈസ് കട്ട് ഈക്വലി എമംഗ് 6 ഫ്രണ്ട്സ് ആൻഡ് 2 പീസസ് റിമൈൻ, വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ ലെഫ്റ്റ്? 6 ആയിട്ടാണ് നമ്മളൊരു പിസേനെ മുറിച്ചിട്ടുള്ളത്. ഈ 6 2 പീസ് റിമൈനിങ് വരുമ്പോൾ അതിൻ്റെ ഫ്രാക്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2/6 ആണ് അതിൻ്റെ റിമൈനിങ് ഫ്രാക്ഷൻ വരുന്നത്. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/3 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ റിമൈനിങ് പീസ് ബൈ ടോട്ടൽ പീസാണ് നമ്മുടെ ഫോർമുല. ആഡ് 2/5 പ്ലസ് 3/10. 2/5ഉം 3/10ഉം കൂടി ആഡ് ചെയ്യുക. 5 and 10 ആണ് ഡിനോമിനേറ്റർ. അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ നമ്മൾ കോമൺ എടുക്കുമ്പോഴത്തേക്കും 2/5നെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ കിട്ടും. 2 × 2 4 പ്ലസ് 3 7 ആണ് ആൻസർ കിട്ടുക. 7/10 ആണ് ആൻസർ വരിക. നെക്സ്റ്റ് അറേഞ്ച് ഇൻ അസെൻഡിങ് ഓർഡർ. ഇത് 1/2 3/8 ആൻഡ് 2/3 ആണ് വന്നിട്ടുള്ളത്. ഈ 1/2നെയും 3/8നെയും 2/3നെയും കോമൺ ഡിനോമിനേറ്റർ ആക്കി മാറ്റുക. എല്ലാത്തിനും ഒരേ ഡിനോമിനേറ്റർ ആക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് 2ഉം 8ഉം 3ഉം ആണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ 8ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള നമ്പേഴ്സ് നമുക്ക് എടുക്കാം. കാരണം 8 2ൽ നമുക്ക് ഡിവിസിബിൾ ആണ്. അപ്പോൾ 8ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള നമ്പർ എടുക്കാം. 8 3s 24 നമുക്ക് കിട്ടും. അപ്പോൾ 24 നമുക്ക് കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കാം. ആദ്യത്തെ 1/2നെ കോമൺ ഡിനോമിനേറ്ററിലേക്ക് ആക്കുമ്പോൾ 12/24 കിട്ടും. 3/8നെ കോമൺ ഡിനോമിനേറ്ററിലാക്കുമ്പോൾ 9/24 കിട്ടും. 2/3നെ കോമൺ ഡിനോമിനേറ്ററിലാക്കുമ്പോൾ 16/24 കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ചെറുതായിട്ട് വരുന്നത് 9/24 ആണ്. അപ്പോൾ 3/8 ആണ് ആദ്യത്തെ നമ്പർ വരിക.
സെക്കൻഡ് വരിക 12/24 ആണ്. ഇപ്പോൾ 12/24 1/2 ആണ് ആ ഫ്രാക്ഷൻ. 2/3 ആണ് അടുത്ത ഫ്രാക്ഷൻ വരിക. ഫസ്റ്റ് ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ നമുക്ക് അസെൻഡിങ് ഓർഡർ ആണെങ്കിലും ഡിസെൻഡിങ് ഓർഡർ ആണെങ്കിലും കാണാൻ തരുമ്പോൾ അത് കോമൺ ഡിനോമിനേറ്ററാക്കി മാറ്റുക. എല്ലാത്തിലും കോമൺ ആയിട്ട് പോകുന്ന ഒരു കോമൺ ഡിനോമിനേറ്റർ ആക്കി മാറ്റുക. ആൻഡി വാക്സ് 3/4 kilometers ഇൻ ദ മോർണിംഗ് ആൻഡ് 2/5 kilometers ഇൻ ദ ഈവനിങ്. ഹൗ മച്ച് മോർ ഡിഡ് ഹി വാക്ക് ഇൻ ദ മോർണിംഗ്? ആൻഡ് രാവിലെ 3/4 kilometer നടന്നു, 2/5 ആണ് ഈവനിങ് നടന്നത്. അപ്പോൾ എത്ര കൂടുതലാണ് രാവിലെ നടന്നത്? അപ്പോൾ 3/4 നമ്മൾ എന്ത് ചെയ്യണം? 20 ആണ് ഇതിൻ്റെ ഡിനോമിനേറ്റർ വരിക. കാരണം 4 × 5 എത്രയാണ്? 4 5s are 20. അപ്പോൾ 20 ആണ് ഡിനോമിനേറ്റർ, കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് വരിക. 3/4 നമ്മൾ കോമൺ ഡിനോമിനേറ്റർ ആക്കുമ്പോൾ 15/4 20 കിട്ടും. 2/5 കോമൺ ഡിനോമിനേറ്റർ ആക്കുമ്പോൾ 8/20 കിട്ടും. ഇനി നമ്മൾ ഇത് മൈനസ് ചെയ്യുക. 15 നിന്ന് 8 മൈനസ് ചെയ്യുമ്പോൾ 7 കിട്ടും. 7/20 kilometers ആണ് ആൻസർ വരിക. ആക്ടിവിറ്റി 3 ചോദിച്ചിട്ടുള്ളത് മെഷർമെൻറ്റ് വോളിയം ആൻഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ്. ഫൈൻഡ് ദ വോളിയം ഓഫ് എ ബോക്സ് വിത്ത് ലെങ്ത് 8 cm വിത്ത് 4 cm ഹൈറ്റ് 5 cm. വോളിയം കാണാനാണ്. വോളിയം ഇസ് ഈക്വൽ ടു L × B × H. 8 × 4 × 5 ആണ് 160 cm3. ഇഫ് എ വെസൽ ഹോൾസ് 1.5 liter ഓഫ് വാട്ടർ, ഹൗ മെനി milliliters ഈസ് ദിസ്? ഷോ ദ കൺവേർഷൻ. 1.5യുടെ കൺവേർഷനാണ് കാണിക്കാൻ പറഞ്ഞിട്ടുള്ളത്. 1 liter is equal to 1000 milliliter. അപ്പോൾ 1.5 liter is equal to 1500 milliliter. A container can hold 1000 cubic centimeter. If it fills with cube of 1 centimeter cube, how many cubes are needed? 1000 cubic centimeter വോളിയം ഉള്ളൊരു കണ്ടെയ്നറാണ്. അപ്പോൾ അതിനകത്ത് 1 centimeter ക്യൂബിൻ്റെ ക്യൂബാണ് വെക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ 1000 ക്യൂബുകൾ ആവശ്യമുണ്ട്. 1000 divided by 1 is equal to 1000 തന്നെ. അപ്പോൾ 1000 cubes are needed. Use cubes to model an irregular shape of volume 9 cm cube. Draw the shape. ഇതിനകത്ത് 9 cm ക്യൂബാണ് വോളിയം തരാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഈ 9 cm നമ്മൾ ഇറഗുലർ ഷേപ്പായിട്ട് വോളിയം കാണുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 5 3 2 4 എന്നുള്ള രീതിയിലെടുക്കാം. 3 + 2 + 4 ടോട്ടൽ നമുക്ക് 9 കിട്ടും. അത് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. ഇനി റാണി പോർസ് 500 ml of juice to 4 cups equally. How much does each cup gets? 500 ml ജ്യൂസ് 4 കപ്പിലേക്ക് ഒഴിച്ചു. അപ്പോൾ 500 divided by 4 ചെയ്യുമ്പോൾ 125 ml ആണ് ഒരു കപ്പിൽ കിട്ടുക. ആക്ടിവിറ്റി 4 ഷേപ്സ് ആൻഡ് ഡ്രോയിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ്. ഡ്രോ ആൻഡ് നെയിം എ പോളിക്കൻ വിത്ത് 5 sides. ലേബിൾ ഓൾ ഇറ്റ് സൈഡ്സ്. ഒരു പോളിക്കൻ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് എല്ലാ സൈഡുകളും മാർക്ക് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു സർക്കിൾ വരച്ചിട്ട് അതിൽ റേഡിയസ് മാർക്ക് ചെയ്യുക. റേഡിയസിൽ നിന്ന് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. 90 ഡിഗ്രീൻ്റെ അവിടെ നിന്ന് 18 ഡിഗ്രി കുറച്ച് കഴിഞ്ഞാൽ 72 ഡിഗ്രി കിട്ടും. അതല്ലെങ്കിൽ റേഡിയസിൽ നിന്ന് 72 ഡിഗ്രി കറക്റ്റ് ഡയറക്റ്റ് എടുത്താലും മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാ ആംഗിളും 72 ഡിഗ്രി വെച്ച് മാർക്ക് ചെയ്യാം. റൈറ്റ്സ് ടു പ്രോപ്പർട്ടീസ്. Using a set square, construct an equilateral triangle. Mark all sides. സെറ്റ് സ്ക്വയറും സ്കെയിലും വെച്ചിട്ട് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ സൈഡുകളും മാർക്ക് ചെയ്യുക. റൈറ്റ് 2 പ്രോപ്പർട്ടീസ് ഈച്ച് ഓഫ് റെക്റ്റാങ്കിൾസ് ആൻഡ് പാരലോഗ്രാം. Properties of rectangle: opposite sides are equal. 4 right angles. Parallelogram: opposite sides are equal and parallel. Opposite angles are equal. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഡ്രോ എ സർക്കിൾ ആൻഡ് മാർക്ക് ഇറ്റ്സ് ഡയമീറ്റർ ആൻഡ് റേഡിയസ്. ഒരു മെഷർമെൻറ്റ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ഇഷ്ടമുള്ള മെഷറിൽ ഒരു സർക്കിൾ വരക്കാം. അതിൻ്റെ റേഡിയസും ഡയമീറ്ററും മാർക്ക് ചെയ്യാം. ഫിഫ്ത്ത് ആക്ടിവിറ്റി ആപ്ലിക്കേഷൻ ആൻഡ് വേർഡ് പ്രോബ്ലംസ്. എ സ്കൂൾ ഗാർഡൻ ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ rectangle with a length of 15 meter and a width of 8 meter. അപ്പോൾ ഒരു സ്കൂൾ ഗാർഡൻ്റെ ലെങ്ത്തും വിഡ്ത്തും തന്നിട്ടുണ്ട്. വാട്ട് ഈസ് എ പെരിമീറ്റർ? അപ്പോൾ ലെങ്ത്ത് ഇസ് ഈക്വൽ ടു 15 meter, ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു 8 meter, പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 2 × L + B. ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. 2 × 15 + 8 ദാറ്റ് ഇസ് ഈക്വൽ ടു 46 meter square. വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ? മീറ്റർ സ്ക്വയർ ഇല്ല, മീറ്റർ മാത്രമേ ഉള്ളൂ. പെരിമീറ്റർ അല്ലേ, മീറ്റർ മാത്രമേ ഉള്ളൂ. ഏരിയ ആണ് അടുത്തത്. ഏരിയ ഇസ് ഈക്വൽ ടു L × B. ലെങ്ത് × ബ്രെഡ്ത്ത് 15 × 8 ദാറ്റ് ഇസ് ഈക്വൽ ടു 120 meter square. അടുത്ത ക്വസ്റ്റ്യൻ. എ ടാങ്ക് ഈസ് ഫിൽഡ് വിത്ത് 6.5 liter ഓഫ് വാട്ടർ. 3.2 liters ആർ യൂസ്ഡ്. ഹൗ മച്ച് വാട്ടർ?
ഈസ് ലെഫ്റ്റ് ഇൻ ദ ടാങ്ക്. വാട്ടർ ടാങ്കിലുള്ള വാട്ടർ 6.5 ലിറ്ററാണ്. യൂസ് ചെയ്ത വാട്ടർ 3.2 ലിറ്ററാണ്. റിമൈനിങ് എന്ന് പറയുമ്പോൾ ഇത് മൈനസ് ചെയ്താൽ മതി, 3.3 ലിറ്റർ. ഇത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഹൗ മച്ച് വാട്ടർ ഇസ് ലെഫ്റ്റ് ഇൻ ദ ടാങ്ക്. ടാങ്കിൽ എത്ര വാട്ടർ ലെഫ്റ്റ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ എഴുതിയിട്ടുണ്ട് എത്ര ലെഫ്റ്റ് ഉണ്ടെന്ന്. 3.3 ലിറ്ററാണ്. സോറി, ഞാനിത് വിചാരിച്ചത് ഫ്രാക്ഷൻ എഴുതാനായിട്ടുള്ളത് ഇതിലായിരിക്കുമെന്നാണ് വിചാരിച്ചത്. ഫ്രാക്ഷൻ നമ്മൾ എഴുതണ്ട. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ ടീച്ചർ ഡിസ്ട്രിബ്യൂട്ടഡ് 1/2 kg of clay equally among 5 students. How much did each get? 2.5 കിലോ ക്ലേ 5 കുട്ടികൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ 1/2 kg നമ്മൾ എന്താക്കണം, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുക. അപ്പോൾ 5/2 കിട്ടും. ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5/2 × 1/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ആണ്. ഫ്രാക്ഷനിൽ എഴുതാൻ തന്നെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഫ്രാക്ഷനിൽ തന്നെ എഴുതിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. എ റോപ്പ് ഈസ് 9 3/4 meters long. ഇഫ് 3 1/3 meter ഈസ് കട്ട് ഓഫ്, ഹൗ മച്ച് റോപ്പ് റിമൈൻസ്. അപ്പോൾ 7 3/4 നമ്മൾ എന്ത് ചെയ്യണം, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുമ്പോൾ 31/4 ആണ് കിട്ടുക. 7 4s are 28 + 3 31/4 കിട്ടും. റോപ്പ് കട്ട് ഓഫ് 3 1/3 meter ആണ്. അതിന് നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുമ്പോൾ 3 3s are 9 9 + 1 10 10/3 ആകും. ഇത് മൈനസ് ചെയ്യുക. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി 4 × 3 ചെയ്യുക, മൾട്ടിപ്ലൈ. 4 3s are 12 കിട്ടി. അപ്പോൾ 31 × 3 - 10/4 = 93 - 40 53/12 ആണ് ആൻസർ കിട്ടുക. 53/12 വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ 5/12 കിട്ടും. ഇത് മിക്സഡ് ഫ്രാക്ഷനിലാണ് എഴുതേണ്ടത്. 4 5/12. ആക്ടിവിറ്റി 6 വോളിയം ആൻഡ് മെഷർമെൻറ്റ് എന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഫൈൻഡ് ദ വോളിയം ഓഫ് എ ബോക്സ് വിത്ത് ഡയമെൻഷൻ 5 cm 3 cm ആൻഡ് 2 cm. അപ്പോൾ വോളിയം ഇസ് ഈക്വൽ ടു L × B × H ആണ്. 5 × 3 × 2 is equal to 5 3s are 15 15 × 2 30 cm3. If a jug holds 2 liter of water, how many milliliter is that? ജഗ് 2 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുമെങ്കിൽ അത് എത്ര മില്ലി ലിറ്ററിലാണ്? 1 liter is equal to 1000 milliliter. അപ്പോൾ 2 liter is equal to 2000 milliliter. A shape is formed by combining a cube of 3 cm and a cube of 2 cm. Find the total volume. ടോട്ടൽ വോളിയം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ക്യൂബിൻ്റെ വോളിയം നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ക്യൂബിൻ്റെ വോളിയം സെക്കൻഡ് കണ്ടുപിടിക്കാം. ക്യൂബ് 1 സൈഡ് 3 cm. അപ്പോൾ 3 × 3 × 3 is equal to 27 cm3. ക്യൂബ് 2ൻ്റെ 2 cm ആണ്. 2 × 2 × 2 is equal to 8 cm3 കിട്ടും. ടോട്ടൽ വോളിയം is equal to 27 cm3 plus 8 cm, that is equal to 35 cm3. A farmer divides his field into 4 equal parts and plant crops in 3 parts. If the total area of the field is 100 square meters, what is the area used for crops? അപ്പോൾ ഒരു ഫാർമർ അദ്ദേഹത്തിൻ്റെ പാടം 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മൊത്തം പാടം 100 സ്ക്വയർ മീറ്റേഴ്സ് ആണെങ്കിൽ എത്രയായിരിക്കും ക്രോപ്പ് നട്ടത്? 4 ഭാഗത്ത് നട്ടിട്ടുണ്ട്. അപ്പോൾ 3/4 നമ്മൾ ക്രോപ്പ് നട്ടിട്ടുണ്ട്. ടോട്ടൽ 100 ആണ്. 100നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്ത് നോക്കാം. ഡിവൈഡ് ചെയ്യുമ്പോൾ 25 കിട്ടും. 25നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 75 കിട്ടും. ഇനിയിപ്പോൾ അതല്ല 3/4 × 100 അങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ 75 കിട്ടും. ഇനി എ ഷോപ്പ് കീപ്പർ ഹാസ് എ 2 liter bottle of oil. He sells 750 milliliter to one customer and 500 ml to another customer. How much oil is left in the bottle? ഇതിനകത്ത് 2 ലിറ്റർ ഓയിലുണ്ട്. അതിൽ 750 ml വിറ്റു, 500 ml വിറ്റു. അപ്പോൾ ടോട്ടൽ എത്ര ml വിറ്റു? 1250 ml ഓയിലാണ് വിറ്റത്. അതിനകത്ത് 2000 നിന്ന് 1250 മൈനസ് ചെയ്യുമ്പോൾ 750 ml കിട്ടും ബാലൻസ്. റിമൈനിങ് ബോട്ടിലിൽ ബാക്കിയുള്ളത് 750 ml ആണ്. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.